വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ചിലപ്പോൾ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ വല്ല വഴിപാടുകൾ നേർന്നിട്ട്, ഗുരുവായൂർക്കാവാം, തട്ടകത്ത് ദേവിക്കാവാം, സുബ്രഹ്മണ്യ സ്വാമി പളനിക്കായിരിക്കാം, മുസ്ലിം പള്ളിയിലേക്കായിരിക്കാം, ക്രിസ്ത്യൻ പള്ളിയിലേക്കായിരിക്കാം, ഏതെങ്കിലും കാരണവശാൽ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ അതിനെ തൽക്കാലം നേരിടാൻ വേണ്ടിയിട്ട് വഴിപാടൊക്കെ നേരും. ചിലവരത് കൊടുക്കില്ല, കാര്യം നടന്നാലും കൊടുക്കില്ല. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ വഴിപാട് ഒരു കടമായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പം ഇതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആവാഹിച്ചാലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു തെളിവ് കിട്ടില്ല. ഏത് കർമ്മങ്ങളൊക്കെ ചെയ്തു ആവാഹിച്ചാലും ശരി, എവിടെ ഒരു ഇതുണ്ട്, വ്യാഴം പ്രസാദിക്കില്ല എന്ന് പറയും. അപ്പം അതെന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വഴിപാട് നേർന്നിട്ട് കൊടുക്കാതെ വരുന്നതായ അവസ്ഥയുണ്ട് വെച്ചെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഇങ്ങനെ വ്യാഴം മറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വഴിപാടുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഒരു കുട്ടി എന്തായാലും വഴിപാട് നേരില്ല, പക്ഷെ ആ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ ആളുകളോ എൻ്റെ മകളുടെ പ്രസവം നന്നായി കഴിഞ്ഞാൽ ഇന്നമാര് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ രോഗം മാറിക്കഴിഞ്ഞാൽ ഇന്നമാര് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ളതായ വഴിപാടുകൾ നേർന്നു വയ്ക്കും. പിന്നെ അത് കൊടുക്കാനായിട്ട് മറന്നു പോകും. അത് കുറേ കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിട്ടുപോകും, പിന്നെ കൊടുക്കൂല. പിന്നെ ഇതേപോലെ തന്നെ ദുരിതങ്ങൾ വരുമ്പോഴാണ് അതിനെ നോക്കി അറിയാം. അപ്പോൾ തുലാഭാരമാവാം, ശയനപ്രദക്ഷിണാവാം, മറ്റെന്തൊക്കെ ആവാം. അപ്പോൾ അത് ഒക്കെ ഉണ്ടെങ്കിലും എന്തായാലും ശരി അതിനെ നോക്കി അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തിയിട്ട് അത് അവിടെ ചെയ്യാം. ഏതാ ക്ഷേത്രത്തിൽ വെച്ച് അവിടെ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ബണ്ണാരിട്ട് വെച്ചു, ആ ബണ്ണാരിട്ട് വെച്ച് കുറേ പൈസയൊക്കെ ആയി നോക്കുമ്പോൾ കൊടുക്കാനായിട്ട് വൈകി എങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക്, അതായത് ചില്ലറ കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10-50 രൂപ അത്യാവശ്യമായിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് നോക്കുമ്പോൾ ചിലർ ഈ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള പൈസയിൽ നിന്ന് എടുത്തിട്ട് അവർ കാര്യം നടത്തും. അങ്ങനെ കാര്യം നടത്തി കഴിഞ്ഞാലേ പിന്നീട് ചിലപ്പോൾ അത് വെക്കും, അല്ലെങ്കിൽ വെക്കില്ല. അങ്ങനെ വരുമ്പോഴും ഇരട്ടി ദോഷ. കാരണം ആ ക്ഷേത്രത്തിൽ അത് ഏതൊരു ദേവനോ ഏതൊരു ദേവിക്കായിട്ടാണോ വെച്ചിട്ടുള്ളത് ആ അദ്ദേഹത്തിൻ്റെയാണ് ഭണ്ഡാരം. അതിന്ന് പൈസ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭണ്ഡാരം കൊള്ളയടിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ അത് കൃത്യമായിട്ട് അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 രൂപ കൂടുതൽ വെച്ച് ക്ഷമാപണം പറഞ്ഞാലും ശരി, അത് അങ്ങനെ ബാധ്യത ഉണ്ട് വെച്ച് തീർക്കുക. അങ്ങനെ തീർത്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.